വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്, മാതൃക പരമായിട്ടുള്ള ഈ മോഡൽ എക്സാമിൻ്റെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് SCERTയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ ഏകദേശം ഇതേ ഒരു രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിനും ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും മലയാളത്തിൽ ആദ്യം കാണാറുള്ളത് വായിക്കാം എഴുതാം എന്ന പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ കൂട്ടുകാർ എന്താണോ തന്നിട്ടുള്ളത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം താഴെയുള്ള ചോദ്യങ്ങൾ നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കാം. പ്രവർത്തനം 1ലേക്ക് കിടക്കാം. മലമുകളിലാണ് ഞാൻ ജനിച്ചത്. കൊല്ലവും തീയതിയും ഒന്നും എനിക്കറിയില്ല. എൻ്റെ ഇന്നത്തെ വലിപ്പമൊന്നും അന്നെനിക്കില്ലായിരുന്നു. ഒരു ചെറിയ നീർച്ചാല്, ഒഴുകും തോറും വീതിയും ആഴവും കൂടി. അങ്ങനെ വലുതായി ഇന്നത്തെ രൂപത്തിലെത്തി. വരുന്ന വഴിക്ക് എത്രയെത്ര ചാട്ടങ്ങൾ. തടസ്സം നിന്ന കല്ലുകൾക്കും പാറകൾക്കും മുകളിലൂടെ ഒഴുകി എൻ്റെ വഴി ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. അനേകതരം മത്സ്യങ്ങൾക്ക് ഞാൻ അഭയം നൽകി. കടന്നു പോകുന്ന നാടുകളിലെല്ലാം കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനും ഞാൻ സഹായിച്ചു. മഴക്കാലത്ത് ഞാൻ നിറഞ്ഞ് കുതിച്ചൊഴുകി. വേനലിൽ ഞാൻ മെലിഞ്ഞു തളർന്നൊഴുകി. എൻ്റെ യാത്ര കടലിലേക്കാണ്. അപ്പോൾ ഒരു പുഴ അല്ലെങ്കിൽ ഒരു നീർച്ചാലിനെ കുറിച്ചിട്ടുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. എവിടെയാണ് പുഴ ജനിച്ചത് എന്നാണ് ചോദിക്കുന്നത്. കടലിൽ, കാട്ടിൽ, മലമുകളിൽ, നാട്ടിൽ. എവിടെയായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്? മലമുകളിലാണ്. അപ്പോൾ ഉത്തരം C ആണ്. വെള്ളം എന്ന അർത്ഥം പ്രയോഗിച്ചുള്ള പദം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെള്ളം. നീര്, അഭയം, ആഴം, മത്സ്യം. ഏതാണ്? ഓപ്ഷൻ A, നീര് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് നോക്കാം. ഇതിലെ C ചോദ്യം. ജനിച്ചപ്പോൾ പുഴ എങ്ങനെയായിരുന്നു? വലിയ വെള്ളച്ചാട്ടം പോലെ, ചെറിയ നീർച്ചാല് പോലെ, ചെറിയ പാറ പോലെ, ചെറിയ കല്ല് പോലെ. എങ്ങനെയായിരുന്നു? ചെറിയ നീർച്ചാല് പോലെയായിരുന്നു അല്ലെ. പിന്നീടാണ് അത് വലുതായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് D ചോദ്യം നോക്കാം. വേനലിൽ ഞാൻ മെലിഞ്ഞു തളർന്നു ഒഴുകി എന്ന് പറയുന്നതിലൂടെ എന്തായിരിക്കും പുഴ ഉദ്ദേശിക്കുന്നത്? ഏറെ നേരം ഒഴുകിയതിനാൽ പുഴ മെലിഞ്ഞു. വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിനാൽ പുഴക്ക് ഒഴുക്ക് കുറഞ്ഞു. കല്ലുകൾക്കും പാറകൾക്കും മുകളിലൂടെ ഒഴുകിയതിനാൽ പുഴ മെലിഞ്ഞു. വീതിയും ആഴവും കൂടിയതിനാൽ പുഴ മെലിഞ്ഞു. എന്തുകൊണ്ടാണ്? വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിനാൽ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു എന്നുള്ള ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് E ആണ്. പുഴക്ക് ഒഴുകാൻ തടസ്സം നിന്നതാര്? പാറ, മത്സ്യം, മരം, മല. ആരായിരുന്നു? പാറയായിരുന്നു. ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്കാണ്. വരികൾ കൂട്ടിച്ചേർക്കാം. അത്തിമരക്കാട്ടിൽ ഉത്സവം തുടങ്ങി. കാട്ടിലെ കൂട്ടുകാരെല്ലാം ഉത്സവം കാണാനെത്തി. അവർ പാടിയ പാട്ടിൻ്റെ ആദ്യ വരികളാണ് ചുവടെയുള്ളത്. കൂടുതൽ വരികൾ എഴുതി ചേർത്ത് കവിത പൂർത്തിയാക്കാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ താഴെ നോക്കൂ. കവിതയുടെ താളത്തിൽ എഴുതൂ. അത്തിമരക്കാടുകൾ ഉത്സവമാണ്. ഉത്സവം കൂടുവാൻ കൂട്ടുകാർ വന്നേ. പീലി വിരിച്ചാടിയ മയിലുകൾ വന്നേ. പിന്നെന്തെഴുതാം? പാട്ടുപാടി നൃത്തം ചെയ്യാൻ കൂട്ടുകാർ വന്നേ. കൊമ്പ് കുലുക്കി ആനകൾ വന്നേ. പമ്മി പൂച്ചകൾ വന്നേ. മൂളിപ്പാട്ടും പാടി വരുന്നേ തേനീച്ചകൾ കൂട്ടമായി. അപ്പോൾ ഇതേപോലെ നമുക്ക് കൂടുതൽ വരികൾ എഴുതി ചേർക്കാം. അപ്പോൾ കൂടുതൽ വരികൾ എഴുതി ചേർക്കാം എന്ന പ്രവർത്തനം എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് വരും. അപ്പോൾ കൂട്ടുകാർ ആ ഭാഗമൊക്കെ എന്താണോ തന്നിട്ടുള്ള പാറ്റേൺ അതനുസരിച്ച് തന്നെ അടുത്ത വരിയും കുറച്ച് 2-3 വരികൾ നിങ്ങൾ എഴുതി കൊടുക്കുക. 3 സംഭാഷണം എഴുതാം എന്ന പ്രവർത്തനമാണ്. കാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുത്ത സന്തോഷത്തിലാണ് കുഞ്ഞരിപ്രാവ്. വിശേഷങ്ങൾ പങ്കുവെക്കാനായി അവൾ നാട്ടിലെ കൂട്ടുകാരിയായ വെള്ളരിപ്രാവിൻ്റെ അടുത്തെത്തി. അവർ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളരിപ്രാവും കുഞ്ഞരിപ്രാവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് എഴുതേണ്ടത് അല്ലേ. വെള്ളരിപ്രാവ്, നീ ഇന്ന് സന്തോഷത്തിലാണല്ലോ. അപ്പോൾ കുഞ്ഞരിപ്രാവ് എന്താ പറയുക? എങ്ങനെ സന്തോഷമാകാതിരിക്കും? അത്തിമരക്കാട്ടിൽ വലിയ ഉത്സവം കണ്ടുവരികയല്ലേ. വെള്ളരിപ്രാവ്, ആഹാ, എന്തൊക്കെയുണ്ടായിരുന്നു അവിടെ? കുഞ്ഞരിപ്രാവ്, ആട്ടും പാട്ടും നൃത്തവും എല്ലാം ഉണ്ടായിരുന്നു. വെള്ളരിപ്രാവ്, എനിക്ക് വരാൻ കഴിഞ്ഞില്ല, കാണാനും പറ്റിയില്ല. കുഞ്ഞരിപ്രാവ്, നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാകുമായിരുന്നു. അപ്പം ഇങ്ങനെയായിരിക്കും കുഞ്ഞരിപ്രാവും വെള്ളരിപ്രാവും കൂടെ പറയുന്നത് അല്ലേ. ഇനി 4ാമത്തെ പ്രവർത്തനം വായിക്കാം വരക്കാം എന്നുള്ളതാണ്. അമ്പിളി തെളിയും മാനത്ത്, ആമ്പൽ വിരിയും താഴത്ത്, സൂര്യനുദിക്കും മാനത്ത്, സൂര്യകാന്തികൾ താഴത്ത്, മഴവില്ല് തെളിയും മാനത്ത്, മാനും മയിലും താഴത്ത്. ഇതാണ് കവിത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് അനുയോജ്യമായിട്ട് കൂട്ടുകാർ എന്തെങ്കിലും ഒന്ന് വരക്കുകയാണ് നിങ്ങളവിടെ ചെയ്യേണ്ടത്. അടുത്ത പ്രവർത്തനം
കവിത വായിക്കൂ, മാനത്തും താഴത്തുമുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിൽ ഉള്ളത് എഴുതി നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാനത്തുള്ളവ എന്തൊക്കെയാണ്? അമ്പിളി, സൂര്യൻ, മഴവില്ല്, നക്ഷത്രങ്ങൾ. താഴത്തുള്ളവ ആമ്പല്, സിംഹം, കുരങ്ങൻ, മയിൽ. ഇതൊക്കെയാണ് താഴത്തുള്ള സംഭവങ്ങൾ. ഇനി കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സന്ദർഭം ഉൾപ്പെടുത്തി ഒരു ചിത്രം വരക്കൂ, നിറം നൽകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ അമ്പിളിയെ കുറിച്ചും മഴവില്ലിനെ കുറിച്ചും സൂര്യനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി നിങ്ങളൊരു ചിത്രം വരക്കുക. ഇനി അല്ലെങ്കിൽ കടങ്കഥയാണ് അടുത്തൊരു ഓപ്ഷൻ. മാനത്തെയും താഴത്തെയും കാഴ്ചകൾ കവിതയിൽ കണ്ടില്ലേ? മാനത്തെ കാഴ്ചകൾ ഉത്തരമായി വരുന്ന ചില കടങ്കഥകളാണ് ചുവടെയുള്ളത്. കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കിഴക്കു കാണാം കാലത്ത്, തലക്ക് മീതെ ഉച്ചക്ക്, കടലിൽ താഴും വൈകിട്ട്, ശരിക്കു പറയൂ ഞാനാര്. ആരാണ്? കിഴക്ക് കാണും കാലത്ത് കിഴക്ക് കാണുന്നത് ആരാണ്? സൂര്യനാണല്ലേ. ഉച്ചക്ക് തലക്ക് മീതെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് സൂര്യനാണ്. അവിടെ സൂര്യൻ എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത്, കരയില്ല കടലിലെ കൊച്ചുതോണി, തുഴയില്ലാതോടുന്ന കൊച്ചുതോണി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാരാണ്? നമ്മുടെ ചന്ദ്രനാണ്. അപ്പോൾ ഇവിടെ ചന്ദ്രൻ എന്നും എഴുതി കൊടുക്കുക, ചന്ദ്രൻ. ഇനി മാനത്തെ മറ്റൊരു കൂട്ടുകാരനായ നക്ഷത്രം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ തയ്യാറാക്കൂ. നക്ഷത്രം ഉത്തരമായിട്ട് കിട്ടണം. ഏതാണ്? ആന കേറാമല, ആടു കേറാമല, 1000 കാന്താരി പുത്തിറങ്ങി. ഉത്തരം നക്ഷത്രമാണ്. അതുപോലെ മാനത്ത് രാത്രി തെളിഞ്ഞു നിൽക്കും, ചെറുതായി കണ്ണുകൾ പോലെ മിന്നും, പകലിൽ മറഞ്ഞു പോകുന്ന ഞാൻ ആരാണ്. അതിൻ്റെ ഉത്തരവും നക്ഷത്രം തന്നെയാണ്. അടുത്തത് അഞ്ചാമത്തേത് 5A ആണ്, അനുഭവ വിതരണമാണ്. ഈ A, B എന്ന് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഈ വർഷം സ്കൂളിലേക്കുള്ള കൂട്ടുകാരുടെ വരവ് ഗംഭീരമായിരുന്നില്ലേ? എന്തെല്ലാം പരിപാടികളായിരുന്നു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഒരുക്കിയിരുന്നത്? അവധിക്ക് ശേഷം കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ എന്തൊക്കെ വിശേഷങ്ങളാണ് നിങ്ങൾ പങ്കുവച്ചത്? സ്കൂളിൽ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അലങ്കാരം, സംഭവം എന്തായിരുന്നു? ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഈ വർഷത്തെ ആദ്യ സ്കൂൾ ദിനാനുഭവം വിവരണമായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ വിവരണമായിട്ട് എഴുതേണ്ടത്. ഇനി അടുത്തത് ഇതിലെ B ആണ്, ഡയറി ആണ്. ഈ വർഷത്തെ പ്രവേശനോത്സവ വിശേഷങ്ങൾ ഡയറി കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം നിങ്ങൾ സ്കൂളിൽ പോയപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അനുഭവം ഉണ്ടായിരുന്നത് അതൊക്കെ എഴുതാം. അപ്പോൾ സ്കൂളിൽ പോയ തീയതി എഴുതുക, ദിവസം എഴുതുക. ഇന്ന് എനിക്ക് പ്രവേശനോത്സവമായിരുന്നു, ഒരുപാട് സന്തോഷം തോന്നി, കടന്നു ചെന്നപ്പോൾ തോരണങ്ങളും പൂക്കളും കൊടികളും ഒക്കെ ആയിട്ട് സ്കൂളൊക്കെ അലങ്കരിച്ചിരുന്നു. അധ്യാപകർ വളരെ സ്നേഹത്തോടെ ഞങ്ങളെ വരവേറ്റു. മിഠായി അല്ലെങ്കിൽ ലഡു എന്താണ് തന്നതെങ്കിൽ അത് എഴുതുക. കൂട്ടുകാരെ ഏറെ ദിവസത്തിന് ശേഷം കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. മാത്രമല്ല എല്ലാവരും കൂടി സ്കൂളിൽ നിന്ന് ഒരുപാട് കളിക്കുകയും ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് ഇഷ്ടമായതാണ്. എനിക്ക് പുതിയ ടീച്ചറെ കിട്ടി, പുതിയ കുട്ടികളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അതിൽ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.